हाय वेलकम टू साइंटेक डिजाइनिंग वर्ल्ड। आज टुडे एक नया ഡിസൈൻ बनाएगा ന്യൂ ഐഡിയ सब लोग आज ഞാൻ പുതിയൊരു ഡിസൈൻ ചെയ്യാണ്. പുതിയൊരു ഡിസൈനാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. പുതിയൊരു ഡിസൈനാണ്, പുതിയൊരു പാറ്റേണാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോർഡ് എടുക്കാം. അതിലോട്ട് ടെക്സ്ചർ മെറ്റീരിയൽ വാരിയിടുക. അപ്പോൾ ടെക്സ്ചർ മെറ്റീരിയലാണ് ये पुट्टी नहीं है, टेक्सचर मटीरियल है. थोड़ा लेवल करो, थोड़ा लेवल करो, थोड़ा लेवल अच्छा करो. നമുക്ക് വേണ്ട ടൂൾസ് ഇതാണ്. ചെറിയ ബ്ലേഡ്, ഈ ബ്ലേഡ്. അപ്പോൾ ये ടൂൾസ് इस डिज़ाइन का टूल्स है, 2 ब्लेड है ना. ठीक है, ओके സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നാണ് ഡിസൈൻ ഇതിനാണ് എടുക്കേണ്ടത്. നമ്മൾ മെറ്റീരിയൽ എടുക്കണമുണ്ടോ അതുപോലെ മെറ്റീരിയൽ ബ്ലേഡിൽ ബ്ലേഡ് കിട്ടിയാണ് നോക്കിക്കോളാം. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചോട്ടോ ഡിസൈൻ ചെയ്യുന്നത്. എല്ലാ സൈഡോട്ടും ആക്കി കൊടുക്കുക. ശരിക്കും നമ്മൾ മെറ്റീരിയൽ ഇതാക്കി കൊടുക്കുക. പുതിയൊരു ഒരുപാട് കനമൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള തിക്നെസ് മതി. थोड़ा थिकनेस करो, जास्ती थिकनेस चाहिए. थोड़ा अलग अलग साइड में थोड़ा करो. ये वाल पुट्टी नहीं है, ये वाल पुट्टी नहीं है, टेक्सचर पुट्टी है. वाल पुट्टी अच्छा नहीं है, ये टेक्सचर पुट्टी बनाया है. टेक्सचर पुट्टी है, स्टोन पुट्टी. पूरा देखो. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വലിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡിസൈൻ ചെയ്യാം കേട്ടോ. കളറിംഗ് ഒക്കെ ചെയ്യാണ്ട് थोड़ा टाइम के बाद डिज़ाइन बनेगा. ठीक है, നമുക്ക് ഒന്ന് ഇതാക്കി നോക്കാം, ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കിക്കോട്ടോ. നമ്മൾ ഡിസൈൻ ലെവലാക്കിയാണ്. ചെറിയൊരു ഡിസൈനാണ്, നമുക്ക് റൂമിലൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. റൂംസ് അണ്ടർ തോടാ വിറ്റിയാനാ, തോടാ വിറ്റിയ സർച്ച ഇങ്ങനെ ഡിസൈൻ. नाइस में थोड़ा नाइस लेवल करो. वो अच्छा डिज़ाइन है, वो अच्छा डिज़ाइन, अच्छा परफेक्शन होगा. थोड़ा नाइस करो, वो ग्रेम्स करने का. നമ്മൾ നൈസായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. വീടിൻ്റെ വാളിലൊക്കെ ചെയ്യാം. വലിയ വാൾ വേണമെങ്കിൽ വലിയ വാളിലൊക്കെ ചെയ്യാം. बड़ा वाल के पूरा बड़ा वाल और नीचे छोटा वाल में अच्छा डालेगा, कोई प्रॉब्लम नहीं है. पूरा चेक करो, थोड़ा सा नाइस करो. इसका ऊपर बेस कोट कलर अप्लाई करेगा. ठीक है, एक दिन के बाद बेस कोट अप्लाई करेगा और उसके बाद टॉप कोट अप्लाई करेगा. वो मेटालिक और नॉन मेटालिक अप्लाई करेगा. तुमको क्या कलर अच्छा है वो कलर डालो. ठीक है, और देखो ये पूरा लेवल करेगा. छोटा छोटा गैप है ना, पूरा देखो लेवल करेगा तो अच्छा नहीं होगा. बेस कोट और टॉप कोट अप्लाई करने के बाद ये सुपर डिज़ाइन बनाया. ഇത് മൊത്തം കളർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഡിസൈൻ കിട്ടും. ഇത് വെറൈറ്റി ഡിസൈനാണ്. ഞാൻ പുതിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചെടുത്തുള്ളൂ. ഞാൻ ആദ്യത്തെ വീഡിയോ ആണ്.
ഞാനൊരു വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ എന്തായാലും यूट्यूब में अपलोड ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുക. वो नया डिज़ाइन है, वो ट्रेन क्लास में अटेंड करेगा, वो नया डिज़ाइन बनाएगा. एक वॉल में एक हाउस का वॉल डालने के लिए कॉन्ट्रैक्ट करेगा. वो जास्ती टाइम हो गया तो वो आप लोगों को यूट्यूब में फर्स्ट अपलोड करेगा. उसके बाद वो वॉल का डालने के लिए. ठीक है. हाय, ये दोनों मेरा बच्चा है. എൻ്റെ രണ്ട് പിള്ളേരാണിത്. അവർ ചെയ്യുന്നിടത്തൊന്നും നലമ്പുണ്ടാക്കിയേക്കാണ്. ये देखो, ये पुट्टी नहीं है. देखो, ये वाल पुट्टी नहीं है, वो टेक्सचर पुट्टिയാണ്. ഒരു ആദ്മിക്ക് ഡൗട്ട് ഡിസൈൻ बनाया तो വാൾ പുട്ടി എല്ലാവരും വിചാരം നമ്മൾ പുട്ടി വെച്ചാണ് ഈ ഡിസൈനൊക്കെ ചെയ്യുന്നത്. പുട്ടി വെച്ചല്ലാണ്ട് ചെയ്യുന്നത്. ടെക്സ്റ്റർ ഡിസൈൻ വേറെ ഉണ്ടോ? ടെക്സ്റ്റർ ഡിസൈൻ അതിന് സെപ്പറേറ്റ് മെറ്റീരിयल ഇറങ്ങുന്നുണ്ട്. वो सेपरेट मटेरियल टेक्सचर डिज़ाइन हो. वाल पुट्टी नहीं है, वो अलग अलग आदमी का समझा था. वो वाल पुट्टी में डिज़ाइन बनाएगा, वाल पुट्टी में नहीं बनाएगा. वो टेक्सचर पुट्टी में वाल पुट्टी बनाया तो वह पेपर कटिंग के बारे में बड़ा पाउडर डालेगा. पाउडर है जास्ती मट्टी है. ബേസ് കോട്ട് അപ്ലൈ ചെയ്യുന്നു. ബേസ് കോട്ട് അടിക്കണം. നിങ്ങൾ സാധാരണ ബ്ലാക്കാണ് അടിക്കുന്നത്. ബ്ലാക്കിന് പകരമായിട്ട് കളർ മാറ്റി കൊടുക്കണം. ബേസ് കോട്ടാണ് അപ്ലൈ ചെയ്യണം. സിംഗിൾ കോട്ട് കൊടുത്താൽ മതി. ഒരു കോട്ട് അടിച്ചാൽ മതി. ഇതിവിടെ ഇച്ചിരി ലൈറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡാർക്ക് വേണ്ട, ലൈറ്റായിട്ട് തന്നെ നിന്നാൽ മതി. അതെനിക്ക് ഭംഗി. സിംഗിൾ കോട്ട് മതി, ഒറ്റ കോട്ട് മതി. അതിൻ്റെ മേളിൽ നമുക്ക് ഗോൾഡ് അപ്ലൈ ചെയ്യാൻ പറ്റാതെ. ഓക്കെ, നമ്മുടെ बेस कोट ड्राई आइटुंड. वो बेस कोट ड्राई हो गया. हम टॉप कोट अप्लाई करेगा. ठीक है, നമുക്ക് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇൻഡിഗോ മെറ്റാലിക് ഗോൾഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇൻഡിഗോ മെറ്റാലിക് ഗോൾഡ് കുറച്ച് ആവശ്യം ഉണ്ടാവുള്ളൂ. നമുക്ക് തോടാൻ പറ്റിയില്ല. ഇൻഡിഗോ മെറ്റീരിയൽ തോടാൻ പറ്റിയില്ല അറിയാം. ठीक है, നമ്മുടെ സ്പോഞ്ച് റോളറാണ്. ഇപ്പോൾ റോയൽ പ്ലേ ഒക്കെ ചെയ്യണം സ്പോഞ്ച് റോളറാണ്. നിങ്ങൾ മറ്റേ സ്പോഞ്ച് റോളർ ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ ഇതെടുത്ത് ചെയ്യണുള്ളൂ. നന്നായിട്ട് എല്ലായിടത്തും ആക്കാം. ഗോൾഡ് ഇത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഒരു വശത്തു നിന്ന് നമ്മുടെ എല്ലാ സൈഡിൽ നിന്ന് തൊട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കും. നല്ല ക്ലാരിറ്റി ആയിട്ട് കൊടുക്കുക. നോക്കിക്കോളൂ. വലിയ വാൾസിലൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ വാൾ അച്ഛ बनाएगा, अच्छा डिज़ाइन है, नया डिज़ाइन है, परफेक्शन अच्छा है. ശരിക്കാണ് നമ്മൾ ലയിപ്പിച്ച് കൊടുക്കാം. ആ ഉള്ളിലെ ബേസ് കോട്ടിലോട്ടൊക്കെ ലൈറ്റായിട്ട് കയറിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാലാണ് അത് പെർഫെക്ഷൻ ഭംഗിയായിട്ട് കിടക്കുള്ളൂ. ടോപ്പോട്ട് നന്നായിട്ട് തിളങ്ങി കിടക്കുള്ളൂ. ഓക്കെ, ഇത് മൾട്ടി കളറാണ് കൊടുക്കുന്നത്. 2 കളറാണ് കൊടുക്കുന്നത്, ഗോൾഡ് കോപ്പർ. फर्स्ट हम गोल्ड इधर എല്ലായിടത്തും ചെയ്യും. ये 2 कलर डाले, टॉप कोट 2 कलर डालेगा. फर्स्ट कोट गोल्ड पूरा ऐसे ऐसे डालो. उसके बाद ऊपर एक कॉपर डालेगा. ठीक है, और हम गोल्ड अप्लाई ചെയ്തിട്ടുണ്ട്. वो गोल्ड अप्लाई करेगा. वो डिज़ाइन देखो, वो अच्छा परफेक्शन हो गया. देखो वो साइड में देखो, तो गोल्ड में अच्छा परफेक्शन हो गया.
ठीक है। इसके ऊपर कॉपर बनाएगा, इसके ऊपर डबल शेड है ना, इसके ऊपर गोल्ड बनाएगा। एक शेड में अच्छा है, दो शेड में थोड़ा, दो शेड सुपर है, ठीक है, वो कॉपर डालेगा। नेक्स्ट डबल शेड, नेक्स्ट वो इंडिको कॉपर। കോപ്പറാണ് കേട്ടോ, മെറ്റാലിക് കോപ്പർ, ഇൻഡിഗോടെ തന്നെ മെറ്റാലിക് കോപ്പർ. അധികമൊന്നും വേണ്ട, നമുക്ക് ലൈറ്റ് ഷെയ്ഡ് മതി. അധികം വേണ്ട, കോപ്പറും കുറച്ച് മതി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? അത് ചെയ്ത് നോക്കാം. ചെറിയൊരു ഇത് മതി, ഒരുപാട് വേണ്ട. ഗോൾഡിൻ്റെ ഇടയിൽ സ്പ്രെഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അതിങ്ങനെ ഒരുപാട് പറ്റുന്നും വേണ്ട, നമുക്ക് ചെറിയൊരു കിട്ടിയാൽ ഡബിൾ ഷെയ്ഡിൽ ഇട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. നമുക്ക് ചെറിയൊരു ഇത് മതി. ഒരുപാട് കോപ്പറാക്കി വൃത്തിയേടാക്കണ്ട, ആവശ്യത്തിന് കേട്ടോ. ഒരു റെഡ് ഷെയ്ഡ് നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്. ഈ പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കണുണ്ടല്ലോ, അതിൽ നമുക്ക് गोल्ड शेड तो अलग अलग साइड में कॉपर अप्लाई करो, पूरा अप्लाई करो तो अच्छा नहीं करेगा। अलग अलग साइड में देखो, मैं वीडियो में अच्छा वॉच करो वीडियो में, और डिज़ाइन परफेक्शन तुम लोगों में अच्छा करेगा। अलग अलग साइड में वो प्रोजेक्शन करने का वो साइड है ना, उधर थोड़ा कॉपर डालो, गोल्ड के ऊपर कॉपर, पूरा कॉपर डालने का वो परफेक्शन अच्छा नहीं है, ठीक है। ഗോൾഡ് അവിടെ കിടക്കണം, അതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രൊജക്ഷനിൽ മാത്രം നമ്മൾ നൈസായിട്ട് കോപ്പർ കൊടുക്കണുള്ളൂ. രണ്ടും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും കാണിക്കുന്നത്. അടിപൊളി ഡിസൈനാണ് കേട്ടോ, ഇത് വളരെ സൂപ്പറാണ്. ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. वो वर्क चेक वर्क पूरा काम करो, एनी डाउट है ना तो मेरा यूट्यूब में कमेंट करो, मैं आंसर लिखा, ठीक है। थोड़ा थोड़ा डालो। वो देखो वो वर्क पूरा खत्म हो गया. ये നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട്. ഇതുണ്ടോ കളർ ഉണ്ട്, അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ട്. ആ ഗോൾഡും കോപ്പറും ഒക്കെ മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറുണ്ട്. അടി കിടക്കണം ബേസ് കോട്ടും കണ്ടോ, इधर भंगी नल्ला लेंगे। वो देखो उसका बेस कोट और टॉप डबल शेड टॉप कोट अच्छा डिज़ाइन बनाया गया, वो सिंपल डिज़ाइन है, वो अच्छा बनाया गया, ठीक है। वो सब लोग वो जल्दी काम करो, एनी डाउट है ना मैं तो कमेंट करो, मैं पूरा समझाता हूँ।